കൈവിഷദോഷവും കൈവിഷം ഏറ്റാൽ മനുഷ്യർക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശബരിനാഥ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ, പഴകിയ പുതിയ അറിവുകൾ. വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്ന മന്ത്രവാദമായ മരുന്നാണ് കൈവിഷം. വശ്യം, ലാഭം, അടിമപ്പെടുത്തൽ, ദ്രോഹം ഇതുപോലുള്ള വിവിധതരം ഉദ്ദേശങ്ങൾക്കായി ഇത് ചെയ്യുന്നുണ്ട്. പലഹാരങ്ങളിലോ പഴങ്ങളിലോ മാംസാഹാരങ്ങളിലോ ശീതള പാനീയങ്ങളിലോ ചേർത്ത് സൂത്രത്തിലാണ് ഇത് നൽകുന്നത്. പ്രതിമന്ത്രവാദത്താലും ഔഷധത്താലും ഛർദിപ്പിച്ച് കളയുന്നതുവരെ എന്ത് ചികിത്സയാലും ശമിക്കാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കി ആ സാധനം ഉദരത്തിൽ സ്ഥിതി ചെയ്യും. കടുകുമണിയോളമുള്ള കൈവിഷം വയറ്റിൽ പറ്റിപ്പിടിച്ച് കിടന്ന് വളരും. ഇതാണ് കൈവിഷത്തെ പറ്റിയുള്ള വിശ്വാസം. കൈവിഷം ഏറ്റാലുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കാം. ഈശ്വരവിശ്വാസം കുറയുക, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ പ്രവണത, തലവേദന, ശരീരക്ഷീണം, ഭയം, കാര്യതടസ്സം, വിഭ്രാന്തി, അമിതമായ വയറുവേദന, ദുസ്വപ്നങ്ങൾ കാണുക, കുടുംബ കലഹം ഇവയിൽ പലതുമാണ് പൊതുവെ ലക്ഷണങ്ങളായി കാണുന്നത്. കൈവിഷ ദോഷശാന്തിക്ക് നിരവധി മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് ഇതിൽ സൂചിപ്പിക്കുന്നു. പഞ്ചഗവ്യഹൃതം സേവിക്കുക. നീലകണ്ഠ ത്രക്ഷരി മന്ത്രം ജപിച്ച് ശക്തി വരുത്തിയ ഹൃദമാണ് വിധിയാംവണ്ണം സേവിക്കേണ്ടത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് സമീപം തിരുവിഴ ക്ഷേത്രത്തിൽ കൈവിഷ ദോഷശാന്തിക്ക് ചികിത്സയുള്ളത് പ്രസിദ്ധമാണ്. ഈ ചികിത്സാരീതിയെക്കുറിച്ച് നവമി ക്ഷേത്ര വിജ്ഞാനകോശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈ ക്ഷേത്രപ്രദേശത്ത് മാത്രം കാണുന്ന ഒരു ചെറുചെടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പാലിൽ ചേർത്ത് ഒരു ഓട്ട് മൊന്തയിലാക്കി പന്തീരടി സമയത്ത് പൂജിച്ച് രോഗിക്ക് നൽകുന്നു. പഞ്ചസാര ഇടാതെയും കാച്ചാതെയും എടുക്കുന്ന ശുദ്ധമായ നാഴി പശുവിൻ പാലിൽ ഒരു തുടം മരുന്ന് നീരാണ് ചേർക്കുന്നത്. ദക്ഷിണ നൽകി മരുന്ന് വാങ്ങി ആനപ്പന്തലിൽ ദേവന് അഭിമുഖമായിരുന്നാണ് മരുന്ന് സേവിക്കേണ്ടത്. ഒറ്റയിരുപ്പിൽ അത് കുടിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്നും ചെറു ചൂടുവെള്ളവും നൽകും. തുടർന്ന് രോഗിയെ ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യിക്കുന്നു. ചിലർ 1-2 പ്രദക്ഷിണം കഴിയുമ്പോൾ ഛർദിച്ചു തുടങ്ങും. ശക്തിയേറിയ കൈവിഷബാധയേറ്റവർ പലവട്ടം പ്രദക്ഷിണം ചെയ്ത ശേഷം മാത്രമേ ഛർദിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങളാണ് അവിടെ വന്ന് മരുന്നു സേവിച്ച് കൈവിഷബാധയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് സന്തോഷപൂർവം വീട്ടിലേക്ക് പോകുന്നത്. ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു.